ഭയം നൽകുന്ന സ്വപ്നങ്ങളെ കുറിച്ചുള്ള ചില വിശേഷ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകുന്നത്. സ്വപ്നങ്ങൾ സന്തോഷം പകരുന്നവയുമുണ്ട്, എന്നാൽ ഭയപ്പെടുത്തുന്നവയുമുണ്ട്. എന്നാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമുക്ക് ദോഷഫലത്തെ നൽകും എന്നും ഇല്ല. അത് ചില നല്ല ഫലങ്ങളെയും നൽകുന്ന സ്വപ്നങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണെങ്കിൽ പോലും ശുഭഫലങ്ങൾ തരുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സ്വപ്നത്തിൽ ദേവീദേവന്മാർ, നാഗങ്ങൾ, ആന എന്നിവരെ കാണുന്നത് വളരെ നല്ല ഫലങ്ങളെ നൽകും. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് പറയും. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഉപബോധ മനസ്സ് ഈ പ്രപഞ്ചത്തിലെ ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നടക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് ചെന്നെത്താനും അതുവഴി സാധ്യതയുണ്ട്. വാസനാബലം അഥവാ മനസ്സിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് സ്വപ്നത്തിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നതാണ്. കുടുംബത്തിലോ നമുക്കോ പൂർവികരുമായിട്ടോ ഒക്കെ ബന്ധമുള്ള ദേവീദേവന്മാരാണ് പൂർവജന്മാർജിത കർമ്മഫലമായി നമുക്ക് ദൃശ്യമാകുന്നത്. ചിലരാകട്ടെ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമിയെ സ്വപ്നത്തിൽ ദർശിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് അവരുടെ പൂർവജന്മ ബന്ധം കൊണ്ടാകാം. ചിലർ യക്ഷിണി, മരിച്ചുപോയവർ, അപരിചിതർ, ചില ക്ഷേത്രങ്ങൾ ഇവയെല്ലാം സ്വപ്നം കാണാറുണ്ട്. എല്ലാം തന്നെ ജന്മാന്തര വാസനകളാൽ അവബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകളുടെ ഒരു പ്രതിബിംബമാണ്. അനേക ജന്മങ്ങൾ എടുത്തിട്ടായിരിക്കാം നമുക്ക് ഈ ജന്മത്തിലേക്ക് എത്തിയത്. നമ്മളുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതൊക്കെ സ്വപ്നങ്ങളിലൂടെ നമുക്ക് ഓർമ്മ വരുന്നു എന്ന് മാത്രം. ബോധ മനസ്സിൽ അതൊന്നും തന്നെ നമ്മളുടെ ചിന്തയിലേക്ക് എത്തില്ല. അത് ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമാണ് എത്തുക. എന്നെങ്കിലും കുടുംബക്കാർ സങ്കല്പിച്ച് പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ മുടങ്ങിക്കിടന്നാൽ പോലും ഇങ്ങനെ ആ ക്ഷേത്രങ്ങളെയൊക്കെ സ്വപ്നത്തിൽ കണ്ടു എന്ന് വരാം. ചില സ്വപ്നങ്ങളൊക്കെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാണ്. എന്നിരുന്നാലും ഭയക്കേണ്ട കാര്യങ്ങളില്ല, അതൊക്കെ ഗുണഫലങ്ങൾ നൽകിയെന്നും വരാം. പാമ്പ് ദംശിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ സമ്പൽ സമൃദ്ധി കൈവരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. പത്തി വിടർത്തിയ പാമ്പിനെ ആണ് കാണുന്നതെങ്കിൽ ശത്രുശല്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് നമുക്ക് കരുതലെടുക്കാനുമുള്ള അവസരങ്ങൾ അന്നേരം ലഭിക്കുന്നതാണ്. എന്നാൽ പാമ്പ് നമ്മളെ വിരട്ടി ഓടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ആരംഭമായിട്ടും പറയാം. അങ്ങനെയുള്ള സന്ദർഭത്തിലും നമുക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കും. പാമ്പ് കഴുത്തിൽ വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. അത് സമ്പന്നത കൈവരിക്കാനുള്ള സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യക്ഷിണികൾ, യോഗിനിമാർ, ബാലദേവിമാർ ഇവരൊക്കെ നമ്മളെ തഴുകുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ സുഖലാഭമാണ് നമുക്ക് ലഭിക്കുക. യാത്ര ചെയ്യുന്ന ദേവിയെയാണ് നാം സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ കുടുംബ ഭരദേവത കോപമുണ്ടായിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്. ഇങ്ങനെയൊക്കെ കാണുന്ന പക്ഷേ യഥാവിധി ആ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. കുടുംബ പ്രശ്നം വെച്ച് രാശി നോക്കി അതിനനുസരിച്ചുള്ള പരദേവതാ പ്രീതി ഉറപ്പുവരുത്തിക്കൊണ്ട് വേണ്ട പരിഹാരങ്ങളെ ചെയ്യുന്നതും ദോഷശാന്തി നൽകും.